ഏട്ടൻ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അവൾ എൻ്റെ കയ്യിൽ പിടിച്ച് ഡൈനിങ് ടേബിളിൻ്റെ അരികിലെ കസേരയിൽ ഇരുത്തി. അവൾ അടുക്കളയിൽ നിന്ന് ഭക്ഷണം എടുത്തു വന്നു. എൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പി തന്നു. നീ കഴിക്കുന്നില്ലേ? ഞാൻ ചോദിച്ചു. എനിക്ക് വാരി തരുമോ? അവളുടെ ചോദ്യത്തെ എതിർക്കാൻ എനിക്കായില്ല. ഞാൻ അവൾക്ക് വാരിക്കൊടുത്തു. കൂടെ ഞാനും കഴിച്ചു. എങ്ങനെയുണ്ട് ഫുഡ്? നന്നായിട്ടുണ്ട്. ഞാനാ വെച്ചത്. അവൾ പറഞ്ഞതും ഞാനൊന്ന് ഞെട്ടി. ഇതൊക്കെ നീ എപ്പോൾ പഠിച്ചു? അടുക്കളയിൽ കയറാത്ത പെണ്ണാണ്. അതൊക്കെ പഠിച്ചു മോനെ, അവൾ കവളിൽ നുള്ളി പറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ തന്നെ പാത്രമെല്ലാം കഴുകാൻ തുടങ്ങി. ഞാൻ അവൾക്കരികിൽ പോയി അടുക്കളയിലെ സ്ലാബിൽ കയറിയിരുന്നു. അവരെല്ലാം ഗുരുവായൂർ പോയതാ. നാളെ ഉച്ചയ്ക്ക് വരും. എന്നെ വിളിച്ചതാ. ഞാനില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. എന്നാലല്ലേ എനിക്ക് എൻ്റെ ഏട്ടനെ കാണാൻ പറ്റൂ. എത്ര നാളായി ഒന്ന് കണ്ടിട്ടും സംസാരിച്ചിട്ടും. പിന്നെ ഏട്ടനെ സാരി എടുത്ത് കാണുന്നില്ല ഇഷ്ടം. അതുകൊണ്ട് സാരി എടുത്തു തന്നേ ഉള്ളൂ. ഞാനൊന്ന് മൂളി. പാവം, മുഖമൊക്കെ ആകെ വാടി നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി വീട്ടിൽ വഴക്കിട്ടുകൊണ്ടാവും. പുറത്ത് നല്ല കാറ്റ് വീശുന്നുണ്ട്. അവൾ പുറകിലെ വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. ഞാനും അവൾക്കരികിലേക്ക് ചെന്നിരുന്നു. മഴത്തുള്ളികൾ പതിയെ ഞങ്ങളിലേക്ക് പെയ്തു തുടങ്ങി. അവൾ എൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു. ഞങ്ങളിരുവരും മുഴുവനായി നനഞ്ഞു. ആദ്യേട്ടാ, അവൾ പതിയെ എൻ്റെ കണ്ണിൽ നോക്കി വിളിച്ചു. എന്താടി പെണ്ണേ? ഞാൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയോട് എൻ്റെ നെറ്റിമുട്ടി ചോദിച്ചു. ഇന്ന് എല്ലാ തരത്തിലും എനിക്ക് ഏട്ടൻ്റെ ഭാര്യയായി മാറണം. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു അവൾ പറഞ്ഞത്. ഞാനൊന്ന് ചേർത്ത് പിടിച്ചാൽ പോലും അതൊക്കെ പിന്നെ മതി എന്ന് പറയുന്ന പെണ്ണാ. നിനക്ക് എന്താ പറ്റിയത് പാറു? അവൾ എനിക്ക് മുന്നിലായി പിടിച്ചെടുത്ത് ചോദിച്ചു. അവളൊന്നും മിണ്ടാതെ എൻ്റെ ചുണ്ടിലേക്ക് അവളുടെ വിറക്കുന്ന അധരങ്ങൾ ചേർത്തു. അവളിലെ മാറ്റം എന്നിലൊരു ചോദ്യചിഹ്നമായി മാറിയിരുന്നെങ്കിലും പെണ്ണിൻ്റെ പ്രണയത്തിന് മുന്നിൽ ഞാൻ സ്വയം മറന്നു പോയിരുന്നു. ഞാനും ആ ചുംബനത്തിൽ ലയിച്ചു ചേർന്നു. ഇടയ്ക്കെപ്പോഴോ ചോരയുടെ രുചി അറിഞ്ഞ് ഞങ്ങൾ അടർന്നു മാറി. ലവ് യു ആദ്യേട്ടാ. എൻ്റെ കണ്ണിൽ നോക്കി പാറു പറഞ്ഞു. അവൾ നന്നായി തണുത്ത് വിറക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് വലിയ ശബ്ദത്തിൽ ഇടിവെട്ടിയത്. അവൾ പേടിച്ച് എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ അവളെയും ഇറുകെ പുണർന്നു. കുറച്ചു നേരം ആ കോരിച്ചൊരിയുന്ന മഴയത്ത് ഞങ്ങളങ്ങനെ നിന്നു. എൻ്റെ നെഞ്ചിൽ ഒളിപ്പിച്ച മുഖമുയർത്തി അവളെന്നെ നോക്കി. ഞാൻ അവളെ കോരിയെടുത്ത് നെഞ്ചോട് അടക്കി പിടിച്ചു. പതിയെ അവളെയും കൊണ്ട് മുറിയിലേക്ക് നടന്നു. അവളെ ചേർത്ത് പിടിച്ച് ഞാൻ കട്ടിലിരുന്നു. മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ എനിക്ക് കാണാമായിരുന്നു എൻ്റെ ചൂടിനായി കൊതിക്കുന്ന എൻ്റെ പെണ്ണിൻ്റെ കണ്ണുകളെ. അവളുടെ ആദരങ്ങൾ എന്നെ തേടിയെത്തി. ചുംബനത്തിനൊടുവിൽ അവൾ അടർന്നു മാറിയപ്പോൾ കൊതി തീരാത്തതുപോലെ അവളുടെ ആദരങ്ങൾ എന്നിലേക്ക് ഞാൻ വീണ്ടും ചേർത്തു. എൻ്റെ സിരകളിൽ അവളുടെ പ്രണയച്ചൂട് പടർന്നു കഴിഞ്ഞിരുന്നു. അവളുടെ ഗന്ധം എന്നെ മത്ത് പിടിപ്പിച്ചു. എൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് ആഴ്ന്നപ്പോൾ എൻ്റെ കൈകൾ അവളുടെ സാരിയെ വകഞ്ഞു മാറ്റി അവളുടെ നഗ്നമായ വയറിൽ പതിഞ്ഞിരുന്നു. എൻ്റെ ആദരങ്ങളും കൈകളും അവളുടെ ശരീരമാകെ ഇഴഞ്ഞ് അവളെ തളർത്തിക്കൊണ്ടിരുന്നു. പുറത്ത് ഭൂമിയിലേക്ക് ആർത്തലച്ച് മഴ പെയ്യുന്നത് പോലെ ഞാനും അവളിലേക്ക് ഒരു പേമാരിയായി പെയ്യുകയായിരുന്നു. ഒരു തുള്ളി രക്തത്തിൻ്റെ ശുദ്ധിയോടെ അവളെന്ന പെണ്ണ് എല്ലാ തരത്തിലും എൻ്റേതായപ്പോൾ അവളുടെ കണ്ണുകൾ സംതൃപ്തിയാൽ നിറഞ്ഞിരുന്നു. ഒരു പുതപ്പിൻ്റെ കീഴിൽ വീർത്തൊട്ടി എൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് അവൾ കിടന്നപ്പോൾ അവളെന്ന പെണ്ണിനെ സ്വന്തമാക്കിയതുള്ള സന്തോഷമാണോ, ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സങ്കടമാണോ എന്നിലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. പാറു, ഞാൻ പതിയെ വിളിച്ചു. അവൾ എൻ്റെ നെഞ്ചിൽ കിടന്ന് മൂളി. നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്ത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ മോളെ? നിന്നെ സ്വന്തമാക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അവൾ കുറച്ചു നേരം മൗനം പാലിച്ചു. ആരെ ഏട്ടാ ശരിയും തെറ്റും നിശ്ചയിക്കുന്നത്? ഞാൻ ജീവനതുല്യം സ്നേഹിച്ച എൻ്റെ അച്ഛനമ്മമാർ എൻ്റെ സ്നേഹത്തിന് വില നൽകിയോ? സ്വന്തം മകളുടെ സന്തോഷത്തേക്കാൾ അവർക്ക് വലുത് അവരുടെ അഭിമാനമാണ്. പ്രണയിക്കുന്ന അത്ര വലിയ തെറ്റാണോ ഏട്ടാ? പെണ്ണായി പിറന്നുകൊണ്ട് മാത്രം അവഗണിക്കപ്പെട്ട ഒരു വർഗം. കുഞ്ഞിനെ മുതൽ പെണ്ണിൻ്റെ വാക്കിനോ ആഗ്രഹത്തിനോ സ്വപ്നങ്ങൾക്കോ ഒരു വിലയുമില്ല. സ്വന്തം ജീവിതം ആർക്കൊപ്പം ജീവിക്കണമെന്ന് പോലും തീരുമാനിക്കാൻ അവകാശമില്ല. എൻ്റെ സ്ഥാനത്ത് ആൺകുട്ടിയായിരുന്നെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾക്ക് അവർ വില നൽകില്ലേ? ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെ വിവാഹം കഴിക്കുന്നത് മാനക്കേടാണ്. എനിക്കിഷ്ടമില്ലാത്ത വിവാഹം നടത്തുന്നത് അന്തസ്സും. ഒരു പെണ്ണിൻ്റെ വിധിയാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു. പറക്കാൻ കൊതിക്കുന്നൊരു മനസ്സുണ്ട് ഏട്ടാ എന്നിൽ. സ്നേഹമെന്നായതുകൊണ്ട് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നവർ തന്നെ ആ മനസ്സിൻ്റെ ചെറുകൾ അരിഞ്ഞു വീഴ്ത്തി. എന്താണ് പാറു നിനക്ക് പറ്റിയത്? ഇത്രമാത്രം തളരാൻ എന്താ ഉണ്ടായത്? ഒന്നുമില്ല ഏട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഈ നെഞ്ചിൻ്റെ ചൂടേറ്റ് ഉറങ്ങണ എനിക്ക്. അതും പറഞ്ഞവൾ ഒന്നുകൂടി എന്നിലേക്ക് ചേർന്ന് കിടന്നു.
എന്റെ പെണ്ണിന്റെ ഗന്ധവും ചൂടുമേറ്റ് എന്റെ കണ്ണുകൾ ഉറക്കത്തെ പുൽകിയപ്പോൾ ഞാൻ അറിഞ്ഞില്ല എന്നെ തന്നെ നോക്കി ഉറങ്ങാതിരിക്കുകയാണ് എന്റെ പെണ്ണെന്ന്. രാവിലെ ആരോ തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ദേ കുളിച്ചൊരുങ്ങി ചായയുമായി എന്റെ പെണ്ണ്. രാത്രികളിലെ നിദ്രയുടെ തോണിൽ എന്നെ തേടിയെത്തുന്ന സ്വപ്നങ്ങളിൽ ഒരു ചിത്രം മാത്രമായിരുന്നത്. ഞാൻ എഴുന്നേറ്റ് ചായ വാങ്ങി. പെണ്ണിന്റെ മുഖത്തൊരു നാണമൊക്കെയുണ്ട്. അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഈറമുടി തോർത്തി. ഞാൻ ചായ കുടിച്ച് ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. അതെടുക്കാൻ വന്ന പാറുവിനെ പിടിച്ചു വലിച്ച് കിടക്കയിലേക്ക് ഇട്ടു. ആദ്യേട്ടാ വിട്, വേണ്ടാട്ടോ. അവൾ ചിനുങ്ങി. അടങ്ങി കിടക്കുവെന്ന്, കുറച്ചു നേരം കൂടി ഇങ്ങനെ കിടക്കട്ടെ. അവളെ ചേർത്ത് പിടിച്ച് ഞാൻ പറഞ്ഞു. എന്റെ ആദരങ്ങൾ അവളിലേക്ക് പടർന്നു കയറാൻ ആരംഭിച്ചിരുന്നു. ആദ്യേട്ടാ വിട്. നാണത്തോടെ കണ്ണുകളടച്ച് പാറു പറഞ്ഞു. ഞാൻ കരുതി ഇന്നലത്തോടെ നിന്റെ നാണെല്ലാം മാറിക്കാണുന്നു. ഇനിയിപ്പോ എന്തായാലും നിന്റെ നാണം മാറ്റിട്ട് എന്റെ കാര്യം. പെണ്ണെന്തെങ്കിലും പറയുന്നതിന് മുന്നേ എന്റെ ആദരങ്ങൾ അവളിൽ തടസ്സം സൃഷ്ടിച്ചു. വീണ്ടും ഞാൻ അവളിലേക്ക് കാട്ടുതീ പോലെ ആളിപ്പടർന്നു. ഒരു കിതപ്പോടെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകിലൊരു ചുംബനം നൽകി ഞാൻ കിടന്നു. ദേ ഏട്ടാ മതിട്ടോ, അവർ വരുന്നതിന് മുന്നേ എണീറ്റ് പോവാൻ നോക്കിച്ചേക്ക. നെഞ്ചിൽ നുള്ളി അവൾ പറഞ്ഞു. പോണോടി വേണ്ടേ, ഞാൻ നിന്റെ അരികിൽ നിന്ന് പോവാനേ തോന്നണില്ല. നിന്നെ കാണുമ്പോഴേ കടിച്ചു തിന്നാ കൊതി തോന്നുക. അയ്യടാ ഇത്രയായിട്ട് മതിയായില്ലേ, ഇനി മാറിയില്ല ചെക്കൻ്റെ കൊതി. ഇല്ല പാറു, ഈ കൊതി നിന്റെ ശരീരത്തോട് മാത്രം തോന്നുന്നതല്ല, നിന്റെ പ്രണയത്തോടുള്ള കൊതി കൂടിയാണ്. എന്നെ പ്രണയിക്കുന്ന നിന്റെ ശരീരത്തോടും ഹൃദയത്തോടും ഒരുപോലെ തോന്നുന്ന കൊതി. അത് ഈ ജന്മം മാറില്ല പെണ്ണേ. നിനക്ക് വയസ്സായി ഈ സൗന്ദര്യം ഇല്ലാതായാലും അന്നും എനിക്ക് നിന്നോട് കൊതി തോന്നും. ഒരിക്കലും മടങ്ങാത്ത നിലക്കാത്ത കൊതി. ഇറങ്ങി വന്നൂടെ പെണ്ണെ, ഇനിയെങ്കിലും നിനക്ക് എൻ്റെ കൂടെ. ഇന്ന് എല്ലാ അർത്ഥത്തിലും നീ എൻ്റെതായി മാറിക്കഴിഞ്ഞു. ഇനി ഞാൻ കാത്തിരിക്കണം. പൊന്നുപോലെ ഈ കണ്ണു നിറക്കാൻ നോക്കിക്കൊള്ളാം ഞാൻ. അത് പറഞ്ഞതും പെണ്ണ് കരച്ചിൽ തുടങ്ങി. വേണ്ട കരയണ്ട, കാത്തിരിക്കാൻ ഞാൻ. നീയായി എന്നിലേക്ക് അണയും വരെ. എന്നെ പൊന്നുപോലെ നോക്കിയെന്നറിയാഞ്ഞിട്ടോ കൂടെ വരെ ആഗ്രഹമില്ലാഞ്ഞിട്ടോ അല്ല. എൻ്റെ പേരിൽ ആരുടെയും മുമ്പിൽ എൻ്റെ വീട്ടുകാർ തല കുലിക്കരുത്. അവർ ശപിച്ച നശിക്കും നമ്മൾ. നന്ദികേട് കാണിക്കാൻ വയ്യേട്ടാ. ഒരിക്കൽ കൂടി അവളെന്ന പെണ്ണിൻ്റെ മനസ്സിനെ അറിയുകയായിരുന്നു ഞാൻ. കഴുത്തിലെ താലിയൂരി എന്നെ പറഞ്ഞേക്കുമ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു അവൾ. പോരാൻ നേരം നൽകിയ ചുംബനത്തിന് കണ്ണീരിൻ്റെ രുചിയായിരുന്നു. എന്തോ അന്ന് ജോലിക്ക് പോകാൻ തോന്നിയില്ല. അവളുടെ ഫോട്ടോ നോക്കിയിരുന്നു. ആ കണ്ണുകളിൽ കുസൃതിയും കുറുമ്പും എന്നോടുള്ള പ്രണയവും ഉണ്ടായിരുന്നു. എന്തിനോ വേണ്ടി എൻ്റെ ഹൃദയം വിങ്ങി. ആകെ ഒരു വല്ലായ്മ. ഒന്ന് ഉറങ്ങാമെന്ന് കരുതി കിടന്നു, പക്ഷെ ഉറക്കം വന്നില്ല. റെക്കോർഡ് ചെയ്തു വെച്ച ഞങ്ങൾ തമ്മിലുള്ള ഫോൺ കോളുകൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ടു. തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ടും എന്തോ മനസ്സ് ശരിയാവുന്നില്ല. അവളെ വല്ലാതെ മിസ് ചെയ്യുന്നു. സമയത്തെ തള്ളി നീക്കി വൈകുന്നേരമായി. അപ്പോഴാണ് കൂട്ടുകാരൻ വന്നത്. അവൻ നിർബന്ധിച്ച് പുറത്തു കൊണ്ടുപോയി. ദാ പാറു വിളിച്ചിരുന്നു നിന്നെ. പതിവില്ലാത്ത അവൻ്റെ ഭാവവും ചോദ്യവും എന്നിലൊരു തരം ഭയമുണ്ടാക്കി. ഇന്നലെ അവളുടെ വീട്ടിൽ പോയത് അവളുടെ വീട്ടിൽ അറിഞ്ഞോ എന്ന ഭയമായിരുന്നു എനിക്ക്. എന്താടാ ചോദിച്ചേ? അത് പിന്നെ അവൻ്റെ ശബ്ദമിടറി. അവൻ വിൽക്കുന്നുണ്ടായിരുന്നു. എടാ നീ കാര്യം പറ. എടാ അത് പാറു ഒരു അബദ്ധം കാണിച്ചടാ. അവള് നീ എന്താണ് പറയണേ? ഞാൻ അവന്റെ ഷർട്ടിൽ പിടിച്ച് ചോദിച്ചു. അതേടാ, അവൾക്ക് വീട്ടിൽ വേറെ കല്യാണം ഉറപ്പിച്ചു എന്ന്. അവളുടെ എതിർപ്പിന് ആരും ഒരു വിലയും കൊടുത്തില്ല. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അവള് എന്ത് ചെയ്തു പറയടാ. എന്റെ ശബ്ദം ഇടറിയിരുന്നു. അവള് പോയടാ. അവൻ പറഞ്ഞതും ഞാൻ അവന്റെ കരണത്തിൽ തള്ളി. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. കള്ളം പറഞ്ഞു പറ്റിക്കാൻ നിനക്ക് എന്റെ പെണ്ണിന്റെ കാര്യം മാത്രമേ കിട്ടിയുള്ളൂ. അവൾ എന്നെ വിട്ട് പോയില്ല. ഇന്നലെ രാത്രി ഞാൻ അവിടെ കൂടെയായിരുന്നു. അവൾ അതിനെ ചെയ്യില്ല. ഇതൊക്കെ പറയുമ്പോഴും എന്റെ ശരീരം വരച്ചിരുന്നു. സത്യാണോ പറയുന്നത്? അവള് പോയി, നിന്നെ വിട്ട് എന്നേക്കുമായി അവൾ പോയി. ആ വാക്കുകൾ കേട്ടതും എനിക്കൊരു തരം മരവിപ്പായിരുന്നു. കണ്ണിലേക്ക് ഇരുട്ട് പടർന്നു. ഞാൻ വീണുപോയി. ആദ്യേട്ടാ ഞാൻ പോവാട്ടോ. പൂവാണ് ഈ പാറു. പാറുവിന്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും പാറു എന്ന് ഉറക്കി വിളിച്ച് ഞാൻ കണ്ണുകൾ വലിച്ചു തുറന്നു. ചുറ്റും കൂട്ടുകാരുണ്ട്. അവരെല്ലാം കണ്ണുകൾ നിറച്ചെന്നെ ദയനീയമായി നോക്കി. പെട്ടെന്ന് എന്തോർത്ത് ഞാൻ ചാടി എഴുന്നേറ്റു. ഞാൻ പോവാൻ തുനിഞ്ഞതും എങ്ങോട്ടാണെന്ന് ചോദിച്ച് അവരെന്നെ തടഞ്ഞു വെച്ചു. എനിക്കെന്നെ പാറുവിനെ കാണണം, വിടണം, എനിക്ക് അവളെ കാണണം, ചോദിക്കണം എന്തിനാ ഇത് ചെയ്തെന്ന്. ആദി നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട, അത് ശരിയാവില്ല. എന്തേ ഞാൻ പോയാല് എനിക്ക് കാണണ്ടടാ അവളെ. ഇതിനായിരുന്നെങ്കിൽ ഒഴിഞ്ഞു മാറി പോവായിട്ടില്ല ഞാൻ. ഇത്രയും നാൾ അവളെനിക്ക് തന്ന സ്നേഹം മാത്രം മതിയായിരുന്നില്ലേ എനിക്ക് ജീവിക്കാൻ?
ഇതിപ്പോ ഞാൻ കാണില്ലടാ. അവള് എന്റെ പാറു. എങ്ങനെയാണ് അവളിത് ചെയ്ത്? ഞാൻ അലറി. അവള് കയ്യിലെ ഞരമ്പ്. അവൻ പറയാനാവാതെ നിർത്തി. എടാ, ഒരുപാട് വേദനിച്ച് കാണില്ലടാ അവൾക്ക്. ഒരു ചെറിയ മുറിവുണ്ടായ വേദനിച്ച് കരയുന്നവളവള്. രക്തം കണ്ട അവള് തല കറങ്ങി വീഴും. അവൾ എങ്ങനെയാടാ ഞരമ്പ് മുറിച്ച്? അയ്യോ, ഞാനിത് എങ്ങനെ സഹിക്കും? എനിക്ക് കാണണം. അവളെന്നെ വിളിക്കുന്നുണ്ട്. അവളെനിക്ക് വേണ്ടി കാത്തിരിക്കുക. ആദി പ്ലീസ്, പറയുന്നു കേൾക്ക്. വേണ്ട, എനിക്കൊന്ന് കേൾക്കണ്ട. അവസാനായിട്ട് എന്റെ പെണ്ണിന് ഞാനൊന്ന് കണ്ടോട്ടടാ. ഒന്ന് കണ്ടോട്ടടാ. കൂട്ടുകാരെ തള്ളിമാറ്റി ഓടുകയായിരുന്നു ഞാൻ. ഇന്നലെ നടന്ന അവളുടെ പെരുമാറ്റം എന്റെ ചിന്തയിലേക്ക് എത്തി. അപ്പൊ എല്ലാം ഉറപ്പിച്ചോണ്ടായിരുന്നല്ലോ പെണ്ണ് എല്ലാ തരത്തിലും എന്റേതായി തീർന്നത്. എന്തിനാ പാറു നീ ഒറ്റക്ക് പോയത്? എന്നെ കൂടി വിളിക്കായിരുന്നല്ലോ നിനക്ക്. ഞാൻ വരുമായിരുന്നല്ലോ കൂടെ. ഒരു വാക്കുപോലും പറയാതെ അവസാന നിമിഷങ്ങൾ എന്നോടൊപ്പം സന്തോഷത്തോടെ അനുഭവിക്കുകയാണെന്ന് അറിഞ്ഞില്ലല്ലോ പെണ്ണ്. എങ്ങനെ ഒരു വിധം അവിടെ വീട്ടിലെത്തി. എന്നെ കണ്ടതും അവിടെ അച്ഛൻ എനിക്ക് നേരെ പാഞ്ഞു വന്ന് എന്നെ തല്ലി. ഒന്നില്ലേടാ എന്റെ മോളെ നീ. കരഞ്ഞുകൊണ്ട് ആ മനുഷ്യനത് പറഞ്ഞപ്പോൾ എന്റെ ശ്വാസം നിലച്ചതായി തോന്നി. എനിക്ക് അവളെ ഒന്ന് കാണണം. ഒരേ ഒരു നോക്ക്. ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ. കൈകൂപ്പി കരഞ്ഞ് ഞാൻ അവിടെ അച്ഛന്റെ കാൽക്കൽ വീണ് കെഞ്ചി. എന്നെ തല്ലാമെന്ന് അച്ഛന്റെ ബന്ധുക്കൾ ചേർന്ന് പിടിച്ചു മാറ്റി. നീ പോടാ, നീ പോ. ഇല്ലെങ്കിൽ രണ്ടു കാലം നടന്നുകൊണ്ട് നീ ഇവിടുന്ന് പോവില്ല. ഞങ്ങളെ കൊച്ചിനെ പറഞ്ഞു വഷ്ടാക്കി ജീവനെടുത്തിട്ട് അവന് കാണണം പോലും. പോടാ, പോ. ഒരു ബന്ധു പറഞ്ഞു. അതെല്ലാം അവഗണിച്ച് രണ്ടു കൽപ്പിച്ച് ഞാൻ വീടിനടുത്തേക്ക് നീങ്ങിയതും അവരെന്നെ തടഞ്ഞു. നീ അവളെ കാണില്ല. അവളെ കാണാൻ നീ ആരാടാ? അവളുടെ മേൽ നിനക്ക് എന്താണ് അവകാശം? മറ്റൊരാൾ പറഞ്ഞതും എന്റെ നിയന്ത്രണമെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ താലി കെട്ടിയ പെണ്ണാണ് അവള്, എന്റെ ഭാര്യ. ഞാൻ അലറി പറഞ്ഞതും എല്ലാവരും ഞെട്ടി. എന്നെ തടഞ്ഞ ഞാൻ എന്താ ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. തടയാൻ നിൽക്കണ്ട. ആരെ കൊന്നിട്ടാൽ ഈ ആദിയുടെ പെണ്ണിനെ കണ്ടിട്ട് ഞാൻ പോവും. എനിക്ക് നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല. എന്റെ പെണ്ണളാ ജീവനിച്ച് കിടക്കുന്നത്. എല്ലാവരും കൂടി വേർപിരിച്ചില്ലേ ഞങ്ങളെ? അവള് പോയിട്ട് തീർന്നില്ലേ നിങ്ങളെ വാശി? നഷ്ടം എനിക്ക് മാത്രമല്ലേ? അവരെ തള്ളി മാറ്റി ഞാൻ വീട്ടിലേക്ക് കയറി. കണ്ടു ഞാൻ എന്റെ പെണ്ണിനെ, വെള്ളത്തുണിയിൽ പുതപ്പിച്ച എന്റെ പെണ്ണിനെ. ഞാൻ അവൾക്കരികിലിരുന്നു. പാറു, കണ്ണു തുറക്കട. നിന്റെ ഏട്ടൻ വന്നു. എന്നെ ഇനി ആരും തടയില്ലട. മോളെ പാറു, എന്നെ ഒറ്റക്കാക്കി പോവല്ലേന്ന് നീയല്ലേ പാറു എന്നോട് പറയാറ്. എന്നിട്ടിപ്പോ നീ എന്നെ തനിച്ചാക്കി പോവാണ്. എപ്പോഴും നീ പറയാറില്ലേ, എല്ലാവരും അറിയണം നീ എന്റെ പെണ്ണാണെന്ന്. നോക്ക് പെണ്ണ്, എല്ലാവർക്കും അറിയാം നീ ഇപ്പൊ എന്റെ ആണെന്ന്. ഒന്ന് നോക്കടി. നീ എന്നോട് പിണക്കാണോ? നിന്നോട് ഇനി ഞാൻ ദേഷ്യപ്പെടില്ല. മോളെ, എന്നെ വിട്ട് പോവലടി. അവളെ കുലുക്കി വിളിച്ച് ഞാൻ. ആരൊക്കെ എന്നെ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചു. ആദി, എഴുന്നേൽക്കടാ. കൂട്ടുകാർ പറയുന്നുണ്ട്. ഡാ, ഇവളെന്നെ പറ്റിക്കുക. ഞാൻ ദേഷ്യപ്പെട്ട ഇതുപോലെ മിണ്ടാതിരിക്കും. പക്ഷെ ഞാനൊന്ന് സ്നേഹത്തോട് സംസാരിച്ച എല്ലാ പിണക്കവും മാറും. ഇപ്പൊ എന്താടാ ഇവള് മിണ്ടാത്ത? മിണ്ടാ പറയടാ. എന്നെ കണ്ണു നിറയുന്ന അവൾക്ക് സഹിക്കില്ല. എന്നിട്ട് ഞാനിങ്ങനെ കരഞ്ഞിട്ടും അവളെന്താ എണീക്കാത്ത? ഉറങ്ങാവും. ഉറക്കത്തിൽ ഭ്രാന്താ പെണ്ണിന്. ഉറങ്ങിക്കോട്ടെ. എപ്പോഴും പറയും ഉറങ്ങിയെണീക്കുമ്പോ എന്റെ മുഖം കാണാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ടെന്ന്. ഇനി പാറു എണീക്കുമ്പോ എന്നെ കാണട്ടെ. ഉറങ്ങിക്കോട്ടെ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. എന്തൊക്കെ ഭ്രാന്താണ് നീ പറയുന്നത്? അവള് നമ്മളെ വിട്ടു പോയി. ആദ്യം അവള് മരിച്ചു. നീ ഒന്ന് മനസ്സിലാക്ക്. എണീറ്റ് വാടാ, നമുക്ക് പോവാം. കൂട്ടുകാർ പറഞ്ഞു. എന്നെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചവരെ ഞാൻ തള്ളി മാറ്റി. വീട്ടടാ എന്നെ, തൊട്ടു പോരെ തന്നെ. എനിക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അവസാനായിട്ട് എന്റെ പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തണം. അവളെപ്പോഴും പറയും എന്റെ താലി കഴുത്തിലണഞ്ഞ് മരിക്കണമെന്ന്. അതെങ്കിലും സാധിച്ചു കൊടുക്കേണ്ട ഞാൻ. എന്റെ പോക്കറ്റിൽ കിടന്ന താലിമാല അവളുടെ കഴുത്തിൽ ചാർത്തി. പാറു, നീ പറഞ്ഞല്ലേ നിന്റെ അച്ഛനെ സാക്ഷിയാക്കി
നിന്നെ ഒന്നുകൂടി താലി കെട്ടണമെന്ന്. ദേ അച്ഛനും അമ്മയും എല്ലാവരും കണ്ടു. അവര് വഴക്ക് പറയില്ല. ഒന്ന് എണീക്ക് പാറു. എന്തിനാ മോളെ നീ ഇത് ചെയ്തത്? കൂടെ വരെ ഞാൻ പറഞ്ഞപ്പോ നിന്റെ അച്ഛൻ സമ്മതിക്കുന്നു നീ എല്ലാം പറഞ്ഞ്. ഇങ്ങനെ മരിക്കാനാണെങ്കിൽ ഒഴിഞ്ഞ് തന്നിരുന്നില്ല പാറു. ഞാൻ ആരുടെ കൂടെ ആയാലും നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നതായിരുന്നില്ലേ ഈ കാഴ്ചയേക്കാൾ നല്ലത്? എന്തിനാടി നീ ഇങ്ങനെ സ്നേഹിച്ചത്? നിന്റെ സ്നേഹമില്ലാത്ത നീ ഇല്ലാത്ത ഈ ലോകത്ത് എന്നെ തനിച്ചാകല്ലേ പാറു. എന്നെ തനിച്ചാക്കി പോവാനായിരുന്നു നീ. എന്റേതായെന്ന് അറിഞ്ഞില്ലല്ലോ പെണ്ണെ. പാറു ഒന്നെണീക്ക്. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല പാറു. പാറു കണ്ണു തുറക്ക് പാറു. ആരോ എന്നെ പിടിച്ചു വലിച്ച് കൊണ്ടുപോയി. ഒരു കോണിൽ അവിടെ അച്ഛൻ ഇരിക്കുന്നുണ്ട്. വീട് ഞാൻ വരാം. എനിക്ക് അവിടെ അച്ഛനൊന്ന് കാണണം. സന്തോഷായല്ലോ അല്ലേ? നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ വേർപെടുത്തിയില്ലേ? ഒരു താഴ്ന്ന ജാതിപ്പെട്ട ഈ തെണ്ടിയുടെ കൂടെ മകള് ജീവിക്കുന്നതായിരുന്നല്ലോ നിങ്ങൾക്ക് മാനക്കേട്. ആർക്കും മാനക്കേടുണ്ടാക്കാതെ പോയില്ല അവള്. ഞാനല്ല അച്ഛാ അവളെ ഇല്ലാതാക്കിയത്. നിങ്ങളാ. നിങ്ങളെല്ലാവരും കൂടിയാ എന്റെ പെണ്ണിനെ കൊന്നത്. എന്റെ കൂടെയുള്ള ഒരു ജീവിതല്ലേ ആ പാവ ആഗ്രഹിച്ചുള്ളൂ. കൂടെ വരാൻ പറഞ്ഞതാ. നിങ്ങളെ നാണം കെടുത്തില്ലെന്ന വാശിയായിരുന്നു അവൾക്ക്. എന്നെ എന്തിനെങ്കിലും സ്നേഹിക്കുന്നെന്ന് ഞാൻ ചോദിച്ചപ്പോ അച്ഛന്റെ മോള് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അവളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് അവളുടെ അച്ഛനാണെന്ന്. അവള് നിങ്ങളുടെ മോള് തന്നെയാ. അവിടെ തീരുമാനത്തെ ധിക്കരിക്കാൻ പറ്റാത്തോണ്ടാ അവളങ്ങനെ തരായിരുന്നില്ല എനിക്ക് അവളെ. ആ കണ്ണ് നിറക്കാതെ മേല് നോവാതെ നോക്കിയില്ലല്ലോ ഞാൻ. എന്ത് നേടി നിങ്ങൾ? നിങ്ങൾക്ക് ഇനിയൊരു മകളുണ്ട്. എനിക്കോ? എനിക്ക് അവളില്ലാതൊരു പെണ്ണില്ലായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ചതാ ആ പാവം. തന്തയില്ലാത്ത ഞാൻ അച്ഛനോട് ചേർന്ന് നിൽക്കുന്നത്. ആ ആഗ്രഹമെങ്കിലും അവൾക്ക് നടത്തി കൊടുത്തില്ലെങ്കിൽ അവൾ നമുക്കെന്ന സ്നേഹത്തിന് അർത്ഥമില്ലാതായിപ്പോ. അതും പറഞ്ഞ് ഞാൻ അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ഇനി നിങ്ങൾക്ക് മാനക്കേട് വരുത്തി വെക്കാൻ എന്റെ പെണ്ണില്ല. നിങ്ങൾ അറിയാതെ എന്റെ താലിക്ക് മുന്നിൽ കഴുത്ത് നീട്ടിയപ്പോ ഉള്ളൊരുകയായിരുന്നു അവളുടെ. ഒരിക്കൽ എല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് അച്ഛന്റെ നെഞ്ചോരം പറ്റിച്ചേർന്ന് ചെയ്ത തെറ്റ് കരഞ്ഞ് തീർക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന അവള്. പക്ഷെ അതിനുള്ള അവസരം പോലും കൊടുത്തില്ലല്ലോ നിങ്ങൾ അവൾക്ക്. എന്റെ കണ്ണീരിനോടൊപ്പം മഴയും ഭൂമിയിൽ പതിച്ചു. പോരാ നേരം അവിടെ അനുജത്തി കയ്യിൽ തന്ന പേപ്പർ അവൻ തുറന്നു നോക്കി. ഇപ്പൊ ഞാൻ ഈ ലോകത്തില്ല. ആരോടും എനിക്കൊരു ദേഷ്യവുമില്ല. ആദ്യേട്ടനൊഴികെ മറ്റാരോടും ഒന്നും പറയാനും. കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടുണ്ടായേനെ. ആദ്യേട്ട, ഏട്ടനോട് ഒരുപാട് പറയാനുണ്ട് എനിക്ക്. ഏട്ടൻ്റെ കൂടെയുള്ളൊരു ജീവിതം ജന്മം മുഴുവൻ സ്വപ്നം കണ്ടവളാണ് ഞാൻ. ഭാഗ്യമില്ലാത്തവളാണ് ഞാൻ. അച്ഛനെയോ ഏട്ടനെയോ ഒരാൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്നതിനേക്കാൾ മരണത്തെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ. കുറച്ച് മണിക്കൂറുകളെങ്കിലും ഏട്ടൻ്റെ ഭാര്യയായി കഴിയാൻ പറ്റിയല്ലോ. ഇന്നലെ രാത്രി മുഴുവൻ ഏട്ടനോട് ചേർന്ന് കിടന്ന് കണ്ണിമ വെട്ടാതെ നോക്കി കണ്ടു ഞാൻ എൻ്റെ ഏട്ടന്. ഈ ജന്മ ഏട്ടൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അടുത്ത ജന്മം നമ്മൾ കാണാതിരിക്കട്ടെ. ഇനിയും ഏട്ടനെ പിരിയുന്ന വേദന അനുഭവിക്കാൻ എനിക്ക് വയ്യ. എന്നോട് ക്ഷമിക്കണേ ഏട്ടാ. ഒരിക്കലും ഏട്ടനെ ഒറ്റക്കാക്കിയിട്ടില്ല. ഏട്ടൻ വാക്ക് വലിച്ചു. പക്ഷേ ഏട്ടനെ ഒറ്റക്കാക്കി ഞാൻ പോവാ. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാക്കിയാക്കി. മരിക്കാൻ പേടിയായിട്ടാ എനിക്ക്. പക്ഷെ മരിച്ചില്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടും. ജീവിതത്തിൽ എൻ്റെ പ്രണയം ജയിച്ചിട്ടില്ല. മരണത്തിലെങ്കിലും എൻ്റെ പ്രണയം വിജയിക്കട്ടെ. എനിക്ക് തന്ന സ്നേഹം മുഴുവനായി തിരിച്ചു തരാൻ പോലും എനിക്കായില്ല. ഏട്ടൻ്റെ സ്നേഹത്തിന് പകരം ഒരിക്കലും മറക്കാനാവാത്ത വേദന തന്നതിന് ഏട്ടനെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല. ഏട്ടാ, അതിനു മുന്നേ പിരിയേണ്ടി വന്നു. ഏട്ടാ, അവസാനമായിട്ട് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരൂ. ഒരുപാട് ദൂരം എങ്ങോട്ട് നിലാൻ നടന്നു. ഒടുവിൽ ഒരു ലോറിയുടെ ടയറിനടിയിൽ ശരീരം ഞെരിയുമ്പോഴും അവന്റെ അധരങ്ങൾ എന്തിനോ വേണ്ടി പുഞ്ചിരിച്ചു. ഭൂമിയിൽ ഒരുമിക്കാനല്ല പെണ്ണെ നമുക്ക് തടസ്സം. മരണത്തിന്റെ ലോകത്ത് നമ്മൾ പിരിക്കാൻ ഏത് ശക്തിക്ക് കഴിയും? അവന്റെ ആത്മാവ് അവളുടെ ആത്മാവിലേക്ക് അലിയാനായി ശരീരം വിട്ട് പതിയെ പറന്നകന്നു.